ഹലോ ഗായ്സ്, എൻ്റെ പേര് ജോമാണ്. ഇനി നമ്മൾ വീണ്ടും മറ്റൊരു കളിക്കാൻ പോവാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ ചാപ്റ്റർ 1 സ്ഥലത്ത് ചാപ്റ്റർ 1 സീക്രട്ട് എൻഡിങ് ഒന്നുമില്ല, അതേ ഉള്ളൂ. അവിടെ നിന്ന് ലോക്ക് പിക്ക് തുറന്ന് ഇത് ചാപ്റ്റർ 4 ആണ്. പിന്നെ ഇവിടെ നിന്നൊരു പ്രസൻറ്റ് കണ്ടായിരുന്നു, ഞാൻ എടുത്തു. ഓക്കെ, ഇതെന്ത് വഴിയാ? ഇനി നമുക്ക് ഈ വഴി കയറാം. ഇതാണ്. ഓ മൈ ഗോഡ്, ഇതെന്താ? എനിക്ക് അങ്ങോട്ട് പോകാം, പക്ഷെ ഞാൻ ഇങ്ങോട്ട് പോവാം. എനിക്കറിയില്ല എന്താണ്. ഓക്കെ, ഞാൻ ഇത് കയറി. ഓ മൈ ഗോഡ്, ഞാൻ വീണു. ഓ, ഞാൻ ഈ പെണ്ണിനെ രക്ഷിക്കാൻ വന്നാ ഗായ്സ്. ഓ, ഞാനും ഈ പെണ്ണും എസ്കേപ്പ് ആവും. ഓ മൈ ഗോഡ്, ഇതിൻ്റെ അകത്ത് എന്താ? ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഡോറോ ലോക്ക്ഡ് വിത്തേക്ക്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ലോക്ക്ഡ്. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ലിറ്ററലി ഇതോ നോവേ സൗണ്ട് ഉണ്ടായി. എവിടെ വിളിക്കണേ? അയ്യോ, 11 സെക്കൻഡ്. 3 പേര് എസ്കേപ്പ് ആയോണ്ടാ. അലനാ എനിക്കറിയില്ല, പക്ഷേ ഈ 3 പേര് എസ്കേപ്പ് ആയതാ പ്രശ്നം. 3 പേര് എസ്കേപ്പ് ആയിരുന്നില്ല. അതെ, 3 പേര് എസ്കേപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 ചാപ്റ്ററിൽ നിന്ന് ആൾക്കാർ എസ്കേപ്പ് ആയില്ല. അതുകൊണ്ടാണ് കുറച്ച് സെക്കൻഡ് തരുന്നത്. ഐ ആക്സിഡൻ്റലി ലീൻഡ് ഹോട്ട് പൈപ്പ് ആൻഡ് ഗോൺ ബേൺ. എന്നോട്ടാ പോകണ്ടേ? അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് അയാൾ പിടിക്കില്ലേ? എന്നോട്ടാ പോകണ്ടേ? എന്നോട്ടാ പോകണ്ടേ? ട്രാപ്പ്. ടേബിളിനടിയിലാണോ പോകണ്ടേ? ആണോ? എനിക്ക് മീൻ കിട്ടി ഗായ്സ്. ലിറ്ററലി എനിക്ക് മീൻ കിട്ടി. 1 out of 10. 1 out of 20. സോറി. പിന്നെ ഈ ഹീറ്റർ എന്താ? ഹീറ്ററിൻ്റെ പുറകെ ഹീറ്റർ. ഓ മൈ ഗോഡ്, ഈ കീ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? എന്തോ ക്യാൻഡിൽ ഉണ്ടാകത്ത്. ക്യാൻഡിൽ പോലെ എന്തോ സാധനം. ക്യാൻഡിലാണെന്ന് തോന്നുന്നത്. അതിലെന്തോ മറ്റേ ക്രോബാർ വെച്ചാണോ എടുക്കേണ്ടതെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കണത്. ഹോട്ട് വാട്ടർ. ഓ, എന്തോ കിട്ടി. ഇതെന്താ? ലിറ്ററലി എനിക്കൊരു കീ കിട്ടി. ഇനി ഇതെന്താ? ഇവിടെ ബ്ലാക്ക് കളർ, അവിടെ ആ കേജിൻ്റെ അവിടെ. ഓ, എന്തോ ലിറ്ററലി ഈ കേജിൻ്റെ അവിടെ റെഡ്. ഈ ഡോറിൻ്റെ അവിടെ. ഇത് കോഡ് 4 ആണോ തോന്നുന്നത്? 4 അല്ലേ? കോഡ് 4. ഏതോ ഒരു റെഡ് കളറുള്ള കോഡ് 4. ഇതെന്താ? ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ട്രാപ്പും ഉണ്ട് എടുത്ത്. പ്രശ്നം അതാ. ഇതിൻ്റെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ 9 പോലെ. 9 or 0. ഇതെന്താ ഈ ഓർഡർ? ഒരു മിനിറ്റ്. ഈ വയറ് ഇത് ഹീറ്ററിൽ കണക്റ്റഡ്. അപ്പം ഇത് മാറ്റുമ്പം നമുക്ക് 25 ആയത് ഓഫാക്കി. കറണ്ട് പോയി. അപ്പോൾ പിന്നെ ഹീറ്ററിൻ്റെ കറക്റ്റ് വോൾട്ടേജ് വേണം. ഇതിൻ്റെ വോൾട്ടേജോ? ഇതിൻ്റെ വോൾട്ടേജ് ആണെങ്കിൽ ഓഫ് ചെയ്ത് ഇത് പിന്നെ ഇതാണ് ഇതിൻ്റെ വോൾട്ടേജ്. പക്ഷേ ഇത് അശേഷം ഇങ്ങനെയും ആക്കണം, കാരണം ഈ ഹീറ്റർ ഓൺ ആക്കണം. അങ്ങനെയുണ്ട്. പിന്നെ ഇത് അടച്ചും വെക്കണം. പിന്നെ വേറെ ഒന്നുമില്ല ഇവിടെ. പിന്നെ ഇത് സ്പൈഡർ പിന്നെ ആ ക്യാൻഡിൽ വെച്ച് എന്തോ കത്തിക്കണോ? അല്ല, ഇതിനെ ക്യാൻഡിൽ വെച്ച് കത്തിക്കണോ? അങ്ങനെ എന്തോ ആയിരിക്കും. മോപ്പിൻ്റെ യൂസ് എന്താ? നേരത്തെ വീണ പോലെയോ? ഒരു മിനിറ്റ്. ഇതെന്താ? വേസ് ഉണ്ടല്ലോ മോളെ. എന്തോ വേസ് പോലെ. ഇതെന്ത് സാധനം? ഇവിടെ ഇവിടെ എന്തോ ഉണ്ടോ? ഇതെന്താ പ്രസൻറ്റോ? ഇവിടെ ട്രാപ്പും ഉണ്ട് കറക്റ്റ് അതിൻ്റെ താഴെ. ഔട്ട് ഓഫ് റീച്ചോ? ഞാൻ എങ്ങനെയാണ് അത് എടുക്കുന്നത്? പ്രസൻറ്റ്. ഒരു മിനിറ്റ്. ഈ സാധനം നേരെ ഡ്രോറിനടിയില്ല. അപ്പോൾ ഇതിൻ്റെ വീണ എനിക്ക് ആ മോപ്പ് കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഈ ഡ്രോറിനകത്ത് ഇടാൻ പറ്റുമോ? എനിക്ക് എന്തോ റാഗെന്തോ കിട്ടി. അപ്പോൾ എനിക്ക് ഇത് വേസ്റ്റ് ഡ്രോറിൻ്റെ അകത്ത് വീഴുമോ? ഇത് തോന്നല. നോക്കാം. തുറക്കാൻ പറ്റുമോ? മനസ്സിലായി. ഔട്ട് ഓഫ് റീച്ച്. അപ്പോൾ ആ മോപ്പ് കിട്ടിക്കഴിഞ്ഞ് ഈ പ്രസൻറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പം എനിക്ക് ബുദ്ധി വന്നു. ഓ മൈ ഗോഡ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇതാണ്ട് മീനും കിട്ടി. ലിറ്ററലി മീൻ കിട്ടി. ഇതെന്താ? ഇയാളെ ആഡിൽ ആ ചാപ്റ്ററിൻ്റെ പേരും ഇത് തന്നെ. ഡൈയോ അല്ല, ഇത് ആഡിൽ. പിന്നെ ടോയ്ലറ്റിൻ്റെ അത് പോയില്ല. പക്ഷേ ഇവിടെ മിററൊക്കെ പിടിപ്പിച്ചല്ലോ. പിന്നെ റാഗ് സെലക്ട് ചെയ്തിരിക്കാം. ഇതെന്തിനാ ബ്ലോക്ക് ചെയ്യുന്നത്? ഇതിനകത്ത് വല്ല വെള്ളമല്ല ഒഴിക്കണോ? നോ വാട്ടർ. പിന്നെ ഈ മിററിൽ നിന്ന് എന്തോ എടുത്തു. ലിറ്ററലി വൈ. പിന്നെ ഇതിൻ്റെ എന്തോ കിട്ടി. ഇതെന്താ? പ്ലഞ്ചർ. ടോയ്ലറ്റിനാണ് യൂസ് ചെയ്യുന്നത്. ലിറ്ററലി ഐ ആം സ്മാർട്ട്. ലിറ്ററലി
പിന്നെ ഇതെന്തോ ഇതിൻ്റെ അകത്ത് പ്രസൻറ്റ് കിട്ടി. വാവ്, ലിറ്ററലി ഞാൻ സ്മാർട്ട്. ഓക്കെ, ഇനി ഇത് ലൈറ്റ് അടച്ച് കഥവും അടച്ച്. ഇനി ഇതാണെങ്കിൽ മറ്റേ ഇതിനാണോ? അത് കഥ അടച്ചു. ഇനി ഇത് ഓണാക്ക് ഗൈസ്. ഓണാക്കി. ഈ സൗണ്ട് ഉണ്ടാവും. ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യുക. മീൻ കിട്ടി. ഇതാ ഐസൊലേഷൻ ബോക്സ്. ഇതെന്താ ഇത്? മറ്റേ ഗായ്സ് ഇതാണെങ്കിൽ ഓ മൈ ഗോഡ്, എൻ്റെ ട്രാപ്പ് കൊണ്ടു. ട്രാപ്പ് എന്ത് സാധനമാണോ അതിനെ പറയുന്നത്? ട്രാപ്പ് കൊണ്ടു. ലിറ്ററലി ഞാൻ എന്തോ ഒരു സാധനം കാണിക്കാനായിരുന്നു. ലിറ്ററലി ഇതെന്ത് സാധനമാണ്? ഓ മൈ ഗോഡ്, കുടുങ്ങി. നോ വേ, കുടുങ്ങി ഞാൻ. വെയിറ്റ് എ സെക്കൻഡ്. അയ്യോ, കുടുങ്ങി. അവിടെ ഞാൻ ഒന്നും പോയിട്ടില്ല. അവിടെ ഒരു മിസ്റ്റേക്കും ഇല്ല. അവിടെ ഞാൻ ഒന്നും പോയിട്ടില്ല. ആ സ്ഥലത്ത് ഞാൻ പോയിട്ടേ ഇല്ല. രക്ഷപ്പെട്ടു. ഞാൻ ട്രാപ്പ് കൊണ്ട്. ഇതെന്ത് സാധനം നോക്കിയതാ? ഇതെന്താ? ഞാൻ ഗസ് അടിക്കാൻ നോക്കാം. ഒരു ഗസ് അടിക്കാം. ഓക്കെ, ഞാൻ എന്തോ ഗസ് അടിച്ചു. എനിക്കൊന്നും അറിയത്തില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതിന് എന്തോ പിയാനോ പോലെ ഇട്ടിട്ട് അങ്ങനെ എന്തോ ഒരു പാസ്വേഡ് പോലെയാണ്. അങ്ങനെ എന്തോ കോഡ് പോലെയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാൻ പോവല്ലോ. ഞാൻ മറന്നു പോവല്ല. ഇതാ ഐസൊലേഷൻ. അതാ ഇത് ലോക്ക്ഡ് വിത്ത് കീ. പിന്നെ ഇവിടെ ഒന്നുമില്ല. ഞാൻ അത് ചെക്ക് ചെയ്യാൻ പോയിരുന്നു. ഓക്കെ, ഇത് നോവേ സൗണ്ട് എടുക്കാൻ പറ്റുമോ? ഓക്കെ, ഇത് അടക്കി. ലൈറ്റ് അടക്കി. ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് എവരിത്തിങ് ബാക്ക്. നോവേ പ്രസൻറ്റ് കിട്ടി. ലിറ്ററലി ഞാൻ ചുമ്മാ അവൻ തുറക്കാമെന്ന് വിചാരിച്ചാൽ പ്രസൻറ്റേ കിട്ടി. ഓക്കെ, ആ പ്രസൻറ്റ് എടുക്കാൻ നമുക്ക് ആ മോപ്പ് വേണം. ആ സ്പൈഡർ വെബിൻ്റെ അകത്തുള്ള അത് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. ബോക്സ് തുറന്നു. അതിൻ്റെ അകത്ത് വല്ലതും കാണും. അല്ലെ ചുമ്മാ ബോക്സ് തുറക്കുമോ? നോക്കാം. എന്തോ കീ കിട്ടി ഗൈസ്. എന്തോ ഒരു കീ കിട്ടി. അയാൾ ഓഫ് ചെയ്യും. അയാൾക്ക് സമയം എടുക്കുക. അതുകൊണ്ട് ഈ ഗെയിംകാർ സമയം തന്നെ. മനസ്സിലായി. എസ്കേപ്പ് ചെയ്യാൻ കീ കാർഡ് വേണം. അയാൾ അടിച്ചു. അയാൾ ശ്രദ്ധിച്ചില്ല അതിൻ്റെ അകത്ത് ഈ കീ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തുന്നു. ഓക്കെ, ഈ സാധനത്തിൻ്റെ യൂസ് ഒന്നും എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ മിറർ ഷാർഡ് എവിടെ യൂസ് ചെയ്യണ്ടേ? അയ്യോ, പോയോ അയാൾ? ലിറ്ററലി ഞാൻ ചെക്ക് ചെയ്തൊന്നുമില്ല. ഓക്കെ, മിറർ ഷാർഡ്. ഈ കീ ഇതിൻ്റെയാണോ? ഇതിൻ്റെ ഏതോ വൈറ്റ് കളറുള്ളതാണ്. കാരണം എമിലി ചാപ്റ്ററിൽ സെയിം ആയിരിക്കുമല്ലോ. ഇതിൻ്റെ കീ ഇതാണോ? നോ വേ, എനിക്കറിയത്തോല്ലോ. അയ്യോ, ട്രാപ്പ്. ഇപ്പം ട്രാപ്പിൽ കൊണ്ടുവരുന്നേനെ. എന്താ? അയ്യോ, മീൻ കിട്ടി. ഇത് മിറർ ഷാർഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. നോ വേ, ലിറ്ററലി സ്മാർട്ട്. ഇതാ ഏത് കഥേൻ്റെയാണെന്ന് എനിക്കറിയാം. ഇത് മറ്റേ ഈ കഥേൻ്റെ ലിറ്ററലി. ഓക്കെ, ഇനി ലിറ്ററലി ഇനെന്ത് ചെയ്യണ്ട കാര്യം? ഇനി മറ്റേ കോഡോ? ഇതെന്താ? ഇനി എന്താ ചെയ്യണ്ടേ? ഇതെന്തോ കിട്ടി. ഇതെന്തോ ഒരു സാധനം കിട്ടി. ഇതിനകത്ത് വെള്ളം ഒഴിക്കണോ? ഇവിടെ എന്തോ വെള്ളമില്ലായിരുന്നു കേട്ടോ. ഇവിടെ എന്തോ വെള്ളം. ഓക്കെ, കെഡിൽ വിത്ത് വാട്ടർ. ഇനി അടയ്ക്കാം. ഇനി എനിക്ക് വാട്ടറിനെ ബോയിൽ ചെയ്യണോ? ഒരു മിനിറ്റ്, സൗണ്ട് ഉണ്ടായില്ലേ? പിന്നെ ഇതെന്ത് സാധനമാ? റെഡ് ആൻഡ് ഫെമിലിയർ 4. ബ്ലൂ എവിടെയാ? അയ്യോ, ട്രാപ്പിൽ കൊണ്ടുവന്നെ. ബ്ലൂ ഇതാ. അയ്യോ, നോ വേ. ഇതെന്ത് സാധനം? ബ്ലൂ 5. ഓക്കെ, 459 അല്ലെങ്കിൽ 450 ആയിരുന്നു തോന്നുന്നത്. സോറി, തെറ്റിപ്പോയി. 450 അല്ല, 459. 459 എന്നാ? 59 459 അല്ലേ? തെറ്റിപ്പോയോ? 459 അല്ലേ? ഞാൻ നേരത്തെ അത് തന്നെ ആയിരുന്നല്ലോ. എനിക്കറിയില്ല എന്താണ്. ലിവറാണെന്തോ കിട്ടി. ഇനി ഇതിനെ കുക്ക് ചെയ്യണം. ഒരു മിനിറ്റ്, എനിക്ക് ഇനി ഡ്രോപ്പും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇത് ആദ്യമായിട്ട് അറിയുന്നേ. ഇനി ഡ്രോപ്പും ചെയ്യാൻ പറ്റും. ഈ സാധനങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി ചേഞ്ച് ആക്കാൻ പറ്റും പൊസിഷൻ. ഞാൻ ഈ ചാപ്റ്റർ 4 അറിയുന്നത്. ഇനി ഇവിടെ വെക്ക്. ഇത് ഫസ്റ്റ് വേണമെങ്കിൽ വന്നോളൂ. ഇത് വെയിറ്റ് കുക്കാവോ? സൗണ്ട് വരുന്നുണ്ട്. കുടുങ്ങി. ഞാൻ കുടുങ്ങി. അയ്യോ, മോനെ
കുടുങ്ങി ലിറ്ററലി ഞാൻ കുടുങ്ങി. 10 സെക്കൻഡ്സേ ഉള്ളൂ. അയ്യോ എന്നാൽ രക്ഷപ്പെട്ടു. ഓക്കെ രക്ഷപ്പെട്ടു, സമാധാനം. ഈ ചൂടുള്ള ആ റെഫ്രിജറേറ്ററിൻ്റെ അകത്തായിരിക്കും ഒഴിക്കേണ്ടത്. കേട്ടിൽ വിത്ത് ഹോട്ട് വാട്ടർ. അത് തുറന്നപ്പോൾ തന്നെ എന്താ ചെക്ക് ചെയ്താൽ ഞാൻ അതിൻ്റെ അകത്ത് കയറിയായിരുന്നു വെച്ചാൽ എല്ലാം മാറ്റം ചെയ്തായിരുന്നു. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അയ്യോ രക്ഷപ്പെട്ടു. ഇവിടെ ചെക്ക് ചെയ്യില്ല. നീ ഓടിയോ ഇതിൻ്റെ അകത്താണ് വെക്കണ്ടേ അല്ലേ? ഗ്യാരണ്ടി $100. യെസ്. ഇതെന്തോ ഈ ക്യാൻഡിൽ കിട്ടി. ഈ ക്യാൻഡിലിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ റൂമിൻ്റെ തീർന്നെന്ന് എനിക്കൊരു തോന്നൽ. അയ്യോ ഇതിൻ്റെ എന്തോ ഈ ക്യാൻഡിലിനെ ബേണിങ് ക്യാൻഡിൽ ഇതിൻ്റെ യൂസ് എന്താണെന്നറിയാവോ ഗായ്സ്? മറ്റേ ആ മോപ്പിൻ്റെ യൂസാണ്. അയ്യോ ട്രാപ്പുണ്ടോ? ട്രാപ്പുണ്ട്. ഈ കഥ കടയ്ക്ക്. ഓക്കെ ഇനി ട്രാപ്പൊന്നുമില്ല. ഇനി ഓക്കെ ഇനി ഇത് ഈ സാധനം തുറക്കാൻ പറ്റും. ഇനി ഇത് അടയ്ക്കുന്ന ഇതിനകത്ത് മോപ്പ് വെക്കാൻ പറ്റുമോ തിരിച്ച്? അയാൾ നോക്കി. ഇനി മോപ്പ് വെച്ച് നമുക്ക് പ്രസൻറ്റ് എടുക്കാൻ പറ്റും. അതൊരു കാര്യം. പ്രസൻറ്റ് കിട്ടി. കാശ് ഇങ്ങനെ പ്രസൻറ്റ് എടുക്കുന്നത്. പിന്നെ ഇത് വീഴുമ്പോൾ ക്ലീനാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇതൊന്ന് തുറന്നിട്ടേക്കാം. ഇത് വീഴുമ്പോൾ പിന്നെ ഇവിടെ വീഴില്ലല്ലോ. ഇതിലല്ലേ ഇത് വീഴുമോ? എനിക്കൊരു നോക്കട്ടെ. ഇതിലാ വീണേ. ഇതെന്തോ കിട്ടി എനിക്ക്. ഓക്കെ എന്തോ ഞാൻ യൂസ് ചെയ്തു. അയ്യോ സമയമില്ല, ഞാൻ മറന്നുപോയി. ലിറ്ററലി ഞാൻ മറന്നുപോയി. 3 കൊടിങ്ങി. അയ്യോ രക്ഷപ്പെട്ടു ഗോയ്സ്, രക്ഷപ്പെട്ടു. ഓ മൈ ഗോഡ്. അയാൾ അവിടെ തന്നെ സ്റ്റക്കായെന്നാ തോന്നുകയും അയാൾ ആ റൂമിൽ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ വരുന്നില്ല. അയാൾ ആ റൂമിൽ തന്നെ ചെക്ക് ചെയ്യുന്നത്. ഗെയിം എന്തോ സ്റ്റക്കാന്ന് എനിക്ക് തോന്നൽ. അല്ലാതെ അയാൾ ആ റൂമിൽ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഇതെന്നാ ഈ കെഡിൽ വിത്ത് ഹോട്ട് വാട്ടർ ഇപ്പോഴും നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇതിൻ്റെ യൂസ് നമ്മൾ ചെയ്തതല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി ഇതെന്താ ലോക്കറിനെ തുറക്കാൻ പറ്റുമോ? ലോക്കർ ഇവിടെ ഉണ്ടായിരുന്ന നോ വേ. ഇതാ പൈപ്പ് മറ്റേ ആ 24 വോൾട്ട് എന്ന് പറഞ്ഞ സാധനം. അത് വല്ല യൂസാണോ? നോ വേ. ഇത് ആലിവേറ്റർ അങ്ങനത്തെ പരിപാടിയാണ്. നോ വേ. ഇനി കെഡിൽ വിത്ത് ഹോട്ട് വാട്ടറിൻ്റെ യൂസ് എന്താ ഞാൻ ആലോചിച്ചിരിക്കുക. അയ്യോ ഓക്കെ റെഡി ആയിരിക്കണം. എനിക്കിനി ഇത് ഓർഡർ ഓർമ്മ വെക്കണം. അല്ലെങ്കിൽ ആ ഹീറ്റർ ഓഫായ അയാൾ പിടിക്കുമെന്ന് തോന്നുന്നേ. അപ്പം ഇത് ഓക്കെ ഓടിക്കോ. അയാൾ വരുന്നുണ്ട്. അടച്ചോ. അയ്യോ ഓടിക്കോ. കുടുങ്ങി ഗായ്സ്. കുടുങ്ങിയോ? എനിക്കൊരു സംശയം. ഇതൊന്ന് ഈ റെസ്പിറേറ്റർ വിത്തൗട്ട് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഇത് റെസ്പിറേറ്റർ എന്താ? ഫൈനലി ഇയാൾ ഇവിടെ വന്നു. ഈ ഹീറ്റർ ഓഫാണോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും വന്ന ഗായ്സ്, ഗ്യാരണ്ടി. കാരണം ആ ആലിവേറ്ററിൻ്റെ സൗണ്ട് വന്നില്ല. അപ്പം ഇതിന് 24 വോൾട്ട് വേണം. നോവേ എന്ത് ലാപ്ടോപ്പ്? ഏത് ലാപ്ടോപ്പ് ഗായ്സ്? ഞാൻ ഒരു ലാപ്ടോപ്പൊന്നും ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നല്ലോ. നോ വേ ഗായ്സ്, നോ വേ. ഈ ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സ്കൂൾ ബോയ് റണ്ണവേന്ന് എഴുതണം. സ്കൂൾ ബോയ് റണ്ണവേ നിങ്ങൾ കമൻറ്റ് എഴുതി ഞാൻ ഇത് ഉറപ്പ് കളിക്കും. ഇതിലും മെറ്റൽ പോലെ എന്തോ ആണെന്നാ തോന്നുന്നത്. മൈ ഗോഡ്. ഗുഡ് നൈറ്റോ? നമ്മൾ ഔട്ടായോ? ഇല്ല, ലൈഫ് ഉണ്ടായിരിക്കുമല്ലോ. ലൈഫ് ഉണ്ടായിരിക്കും. ആ ലാപ്ടോപ്പ് എന്താ ഓണായിരുന്നു എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. എത്ര മിനിറ്റായി? 14 മിനിറ്റായി ഗൈസ് റെക്കോർഡിങ്. ഈ റെസ്പിറേറ്റർ വിത്തൗട്ട് ഫിൽറ്റേഴ്സ് ഇപ്പോഴെന്താ തല വന്നത്? നമ്മൾ ആ റാഗ് എന്തിനാ വാഷ് ബേസിനിൽ ഈ ബാത്റൂം ഈ സാധനം ഈ റാഗ് എന്താ വെച്ചാൽ ഇപ്പോഴാണ് ഓർത്ത് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റുമല്ലോ എന്ന്. നോ വേ. ഇതാ മറ്റേ എന്തോ ലോക്കർ പോലത്തെ എന്തോ സാധനത്തിൻ്റെ അല്ലേ ഇതെന്തോ? വരാന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം അശിച്ചിട്ട് ഇത് വെച്ചാൽ ഈ ഒരുപാട് നേരം നെക്കിയിരിക്കണം. അശിച്ച് ഒരുപാട് നേരം അങ്ങനെയാണ്. ഓക്കെ
എനിക്ക് ഓർത്തിരിക്കണമെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഓർത്തിരിക്കുന്ന സാധനമാണ്. ഞാൻ മറന്നുപോയി ഗായ്സ്, ഞാൻ ലിറ്ററലി മറന്നുപോയി. ഓക്കെ, ഇത് 2 വര. എത്ര വര ഉണ്ടെന്ന് നോക്കാം. 4 വര. 1 2 3 4 5 ഡോട്ട്. വര വര ഡോട്ട് വര ഡോട്ട് ഡോട്ട് വര ഡോട്ട് ഡോട്ട്. വര വര ഡോട്ട് വര പിന്നെ ഡോട്ട് ഡോട്ട് വര ഡോട്ട് ഡോട്ട്. തെറ്റിപ്പോയി. അയ്യോ, ഇപ്പോൾ ഈ ട്രാഫിക് കൂടുന്ന എനിക്ക് സാധ്യതയുണ്ട്. 2 വര 1 ഡോട്ട് 1 വര 2 ഡോട്ട് 1 വര. എനിക്കിങ്ങനെ ഉണ്ട്. 1 ഡോട്ട് 1 വര 2 ഡോട്ട് 1 വര 2 ഡോട്ട്. തെറ്റിപ്പോയി. എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. ഞാൻ എന്തോ ഒരു എക്സ്ട്രാ എന്തോ ആഡ് ചെയ്യും. എനിക്കൊരു സംശയം. ഓ, 2 വര 2 വര 1 ഡോട്ട് 1 വര പിന്നെ ഡോട്ട് ഡോട്ട് 1 വര ഡോട്ട് ഡോട്ട്. ഇതല്ലേ എനിക്കിതുവരെ മനസ്സിലാകാൻ തുറക്കാത്തത് എന്താ? എനിക്കിത് കോഡ് ശരിയല്ലേ? ഇനി സൗണ്ട് ശ്രദ്ധിച്ച് കേൾക്കേണ്ട വരും. സൗണ്ട് ഫുള്ളായിക്കോ. സൗണ്ട് ഫുള്ളാണോ? ഇച്ചിരി കൂട്ടാം. തെറ്റിപ്പോയി. റീസ്റ്റാർട്ട് ആകാൻ വെയിറ്റ്. റീസ്റ്റാർട്ട് കാണും. ഇപ്പോഴും തുറന്നില്ല. എനിക്ക് മനസ്സിലായില്ല. കോഡ് ശരിയാണല്ലോ. എനിക്ക് തോന്നുന്ന ഇങ്ങനെ എനിക്ക് ഇപ്പോഴും തെറ്റിപ്പോയി. എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. ഈ കോഡ് എൻ്റെ തലമണ്ട കൊടുത്തിരിക്കും. ഞാൻ ഡിക്ലെയർ ഈ ചാപ്റ്റർ ഭയങ്കര പാടാ. 4th ചാപ്റ്റർ ഈസ് ദ ഹാർഡസ്റ്റ് മാൻ, ലിറ്ററലി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 വര 4 വര. വീണ്ടും തെറ്റിപ്പോയി. എനിക്ക് റീസ്റ്റാർട്ട് ആവും. വെയിറ്റ് ചെയ്യും. ഈ ലാപ്ടോപ്പ് ഇത് ഓണായിരുന്നോ? ഞാൻ അറിയില്ല. ഫൈനലി തുറന്നു. ഞാൻ ഏതല്ല ഡോട്ട് ടേന്നിടാൻ മറന്നുപോയി. അതായിരിക്കും. ഇതെന്താ ഇത് വെച്ച് ഇത് ചെയ്യണോ? നോവേ. ഈ 2 സാധനം ഉള്ളൂ, വേറെ ഒന്നും ഒരു സാധനവും ഇല്ല. എന്നുവെച്ചാൽ എസ്കേപ്പ് ആയെന്ന് എനിക്കൊരു തോന്നൽ. എൻ്റെ ഒരു തോന്നലാണ് എസ്കേപ്പ് ആയെന്ന്. എൻ്റെ ഒരു തോന്നലാണ് നമ്മൾ എസ്കേപ്പ് ആവുമെന്ന്. ഈ റെസ്പിറേഷൻ ഫിൽട്ടർ ഇവൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ കൊടുത്തു. എല്ലാ ചാപ്റ്ററിലും നമ്മൾ അയാളെ ട്രാപ്പ് ചെയ്യും. ഒരു എപ്പോഴും അല്ല, ഒരു ഇച്ചിരി സെക്കൻഡ്. എല്ലാ ചാപ്റ്ററിലും ഉള്ള ഓൾ ചാപ്റ്റേഴ്സ് ഇയാളെ വിളിക്കുന്ന ഇങ്ങനെ ഈ ക്ലോക്ക് വെച്ചോ അതോ ട്രാപ്പേ കുടുങ്ങിയോ? എനിക്കറിയില്ല. ഇതെന്ത് സാധനമാണ്? ഇതെന്തിനാ? 1 മിനിറ്റാ. എനിക്ക് തോന്നുന്നൊരു പ്ലാനാണ് ഇത്. എനിക്കതാണെന്ന് തോന്നുന്നത്. ഇതാണെന്താ? എനിക്ക് തോന്നുന്നു അയാളെന്തോ ഒരു എനിക്കറിയില്ല എന്താ സംഭവിക്കുക. ഇത് തുറക്കുമായിരിക്കും. ഇയാൾക്കരെ അറിയുള്ളൂ. പക്ഷെ ഇയാളകത്ത് കയറി ഇവിടെ കൊല്ലാൻ നോക്കും. അപ്പം ഞാൻ പതുക്കെ വന്ന് ഇത് അടയ്ക്കും. പിന്നെ 1 മിനിറ്റ്. ഇതെന്ത് സാധനമാണ്? ഓ, അവളുടെ ഈ മാസ്ക് കൊണ്ട് അവൾ ചാവില്ല. നോക്ക്, അവള് മാസ്ക് വെക്കും. നോക്ക്, കണ്ടോ? ഞാൻ അവൾക്ക് ആ മാസ്ക് കൊടുത്ത് അവൾക്ക് എനിക്കിത് ഓണാക്കണം ഈ സാധനം. ഓ, മനസ്സിലായി. എനിക്കിപ്പം മനസ്സിലായി. എമിലിയിൽ ആ സാധനം കാണും. അതെന്തോ ഗ്യാസ് പോലത്തെ സാധനം. അപ്പം ഇത് കാണോ? ചേഞ്ച് അവേഴ്സോ? അയ്യോ, ഞാൻ എന്തോ ചെയ്തു. അയ്യോ, 7 മണിയായി. അപ്പം ഈ ഗെയിമിൽ നമ്മൾ 7 മണിയാണ്. 10 9 8. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു എസ്കേപ്പ് ആവുമെന്ന് എനിക്കൊരു തോന്നൽ. ഈ കാർഡ് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ആ കേസിൻ്റെ അകത്താണെങ്കിൽ അവൾ എനിക്ക് തരുമല്ലോ.
ഇറ്റ്സ് ടൈം ടു എൻഡ് ദിസ് എന്ന് വെച്ചാൽ അവളെ കൊല്ലാൻ പോവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ. ശരി, വെയിറ്റ് ചെയ്യാം. അയാളെന്തോ ഡോണ്ട് ഡു ദാറ്റ് പ്ലീസ്. ക്ലോസ് ചെയ്തോ. ഗ്യാസ് ഇട്ടോ. യെസ് ഗായ്സ്, നമ്മൾ എസ്കേപ്പ് ആയോ? റൺ ചെയ്ത് ഓടിക്കോ. ഇയാളുടെ ഈ കീച്ചൻ എന്തോ ഉണ്ട്. കീച്ചൻ കിട്ടി ഗായ്സ്. ഇതെടുത്തോ. ഓടിക്കോ. ഇയാളെ ക്ലോസ് ചെയ്ത് ഗായ്സ്, നമ്മൾ ക്ലോസ് ചെയ്തിങ്ങനെ. ഓടിക്കോ. നമുക്ക് ഓടാം, ലിറ്ററലി ഓടാം. ഇതിനെ എന്താ ചെയ്യണ്ടേ? ഇതിനെ ആക്ക്, പിന്നെ ഇങ്ങനെ ആക്ക്. തുറന്നു. അവള് വന്നു. ഓ മൈ ഗോഡ് ഗായ്സ്, ലിറ്ററലി ഐ എസ്കേപ്പ് ചെയ്തു. ചാപ്റ്റർ 4. ഓക്കെ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അടുത്ത വീഡിയോ അമോങ് അസിൻ്റെ ആയിരിക്കും. ഓക്കെ, ബൈ ഗായ്സ്.